ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അതിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ എക്കണോമിയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ പ്രീ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന കണ്ടീഷൻസും അതുപോലെ തന്നെ കൊളോണിയൻ സർക്കാർ കാലത്ത് അല്ലെങ്കിൽ കൊളോണിയൻ ഗവൺമെൻറ് കാലത്ത് അന്ന് ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന കണ്ടീഷൻസും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന ഓരോ ഭാഗങ്ങളുണ്ട്, ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ വരുന്നതാണെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ വരുന്നതാണൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ 6 എലമെൻ്റാണ് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത്. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ബാക്കി 2 എലമെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി വരുന്ന ഈ 4 എലമെൻറ്റ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ വിദേശ വ്യാപാരം എന്ന് പറയാം. അപ്പോൾ ഫോറിൻ ട്രേഡ് കാലഘട്ടത്തിൽ നമ്മുടെ കൊളോണിയൻ സർക്കാർ കാലഘട്ടത്തിൽ എത്രത്തോളം ഫോറിൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ വിദേശ വ്യാപാരത്തിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് നാഷൻ സിൻസ് ആൻഷ്യൻറ്റ് ടൈംസ്. പുരാതന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുരാതന കാലം മുതൽ ഇന്ത്യ ഒരു പ്രധാന വ്യാപാര രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഹിസ്റ്ററിക്കലായിട്ടുള്ള ടൈം മുതൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് കൺട്രിയാണ് എന്നാണ് പറയുന്നത്. ട്രേഡിംഗ് മീൻസ് വ്യാപാര രാജ്യമാണ് എന്നാണ് ഇന്ത്യനെ അറിയപ്പെടുന്നത്. ദ പോളിസീസ് ഓഫ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് ടാറിഫ് ഫോളോവഡ് ബൈ ദ കൊളോണിയൻ സർക്കാർ adversely affected the structure, composition and volume of India foreign trade. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയൻ സർക്കാർ പിന്തുടരുന്ന കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ചരക്കിൻ്റെ ഉൽപ്പാദനം, വ്യാപാരം, താരിഫ് എന്നിവയുടെ നയങ്ങൾ അഥവാ പോളിസികൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡേഴ്സിൻ്റെ ഘടനയെയും അളവിനെയും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ became an exporter of primary products such as raw silks, cotton, wool, sugar, indigo, jute, etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഗുഡ്സുകളായ ഉദാഹരണത്തിന് പ്രാഥമിക ഉൽപ്പന്നങ്ങളായ സിൽക്സ്, കോട്ടൺ, കമ്പിളി, പഞ്ചസാര, ഇൻഡിഗോ മുതലായവയൊക്കെ എന്താണ് ഒരു ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇവിടുന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എന്ന് വെച്ചാൽ ഫോറിൻ ട്രേഡേഴ്സിൽ നിന്ന് നമ്മൾ എന്താണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, സിൽക്സ്, അതുപോലെ തന്നെ വൂളൻ ക്ലോത്ത്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇവയൊക്കെ എന്താണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ദ ഓപ്പണിംഗ് ഓഫ് ദ സ്യൂസ് കാനൽ ഫർദർ മെയ്ഡ് മോർ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യ ഫോറിൻ ട്രേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയസ് കനാൽ തുറന്നത് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡേഴ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ കൂടുതലായിട്ടുള്ള ബ്രിട്ടീഷ് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്ത് തുറന്നതിൽ പിന്നാലെയാണ് ഇങ്ങനത്തെ ഒരു നിയന്ത്രണം ഉണ്ടാക്കിയത്? സൂയസ് കനാൽ എന്ന കനാൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വിദേശ വ്യാപാരത്തിൻ്റെ കൂടുതൽ ബ്രിട്ടീഷുകാരെന്താണ് നിയന്ത്രണം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദി കൊളോണിയൽ പീരീഡ് വാസ് ദ ജനറേഷൻ ഓഫ് എ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, ബട്ട് ദ സർപ്ലസ് came at a huge cost to the country economy. This export surplus did not result any flow of gold or silver into India. കൊളോണിയൻ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഫോറിൻ
ട്രേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു ഒരു വലിയ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഒരു വലിയ എക്സ്പോർട്ട് സർപ്ലസ് അഥവാ കയറ്റുമതി മിച്ചത്തിൻ്റെ ഉൽപ്പാദനമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഒരു വലിയ കയറ്റുമതി മിച്ചത്തിൻ്റെ ഉൽപ്പാദനമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സർപ്ലസ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ചിലവാണ് വരുത്തിയത്. അത് കയറ്റുമതി മിച്ചം അല്ലെങ്കിൽ എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യയിലേക്ക് സ്വർണ്ണമായിട്ടോ വെള്ളിയായിട്ടോ ഒന്നും ഒഴുകുന്നില്ല എന്നാണ് പറയുന്നത്, ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എലമെൻ്റാണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്. Various details about the population of British India was first collected through the census in 1881. ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനസംഖ്യകളെക്കുറിച്ച് അല്ലെങ്കിൽ ജനസംഖ്യയെക്കുറിച്ചുള്ള വിവിധ വിശദാംശങ്ങളാണ് 1881 സെൻസസ് പ്രകാരം ശേഖരിച്ചത്. നെക്സ്റ്റ്, ബിഫോർ 1921 India was in the first stage of demographic transition. The second stage of transition began after 1921. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1921 മുമ്പ് ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ 1921 മുമ്പ് ജനസംഖ്യാ മാറ്റത്തിൻ്റെ ആദ്യ ഘട്ടമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. 1921 ഈ ഒരു ഘട്ടം അല്ലെങ്കിൽ ഈ ഒരു ജനസംഖ്യയിലുണ്ടാവുന്ന മാറ്റങ്ങൾ 1921 മുതൽ രണ്ടാമത്തെ സ്റ്റേജായിട്ട് ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, mortality rate was very high and infant mortality rate was quite alarming, about 218 per thousand, in contrast to the present infant mortality rate of 40 per thousand. ഇന്ത്യയിലെ മരണനിരക്ക് വളരെ ഉയർന്നതും ശിശുമരണ നിരക്ക് ഭയാനകവുമായിരുന്നു. ഇന്നത്തെ ശിശുമരണ നിരക്ക് 1000-ൽ 40 എന്ന നിരക്കിലായിരുന്നു വ്യത്യസ്തമായിട്ട് വന്നിരുന്നത്. ആ വ്യത്യസ്തമായി 1000-ന് 218 എന്ന നിരക്കിലേക്ക് അത് ഉയരുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ശിശുമരണ നിരക്ക് എന്ന് പറയുകയാണെങ്കിൽ 40 എന്ന നിലയിലായിരുന്നു, എന്ന് വെച്ചാൽ 1000-ൽ 40 എന്ന നിരക്കിലായിരുന്നു. പക്ഷേ വ്യത്യാസം വന്ന് 1000-ൽ 218 എന്നൊരു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് മാറിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് ഓൾസോ വെരി ലോ 44 years in contrast to the present 68 years. നമ്മുടെ രാജ്യത്തിൻ്റെ കേസിലാണെങ്കിൽ ആയുർദൈർഘ്യവും അതുപോലെ തന്നെ വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 68 വർഷത്തിന് വിപരീതമായിട്ടായിരുന്നു കഴിഞ്ഞ 44 വർഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പേഴ്സൺ അക്രോസ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ അഥവാ നമ്മുടെ തൊഴിൽ ഘടന എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്നാൽ വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വിവിധ വ്യവസായങ്ങളിലും അഥവാ ഇൻഡസ്ട്രികളിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് മേഖലകളിലും ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ അഗ്രികൾച്ചറൽ സെക്ടർ അക്കൗണ്ടഡ് ഫോർ ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് വർക്ക് ഫോഴ്സ് 70-75%. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ഏറ്റവും വലിയ പങ്ക് കാർഷിക മേഖലയിലാണ് എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് അത് ഏതിലാണ്? നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലാണ്. ഉദാഹരണത്തിന് 70-75% വരെ അതിലേക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ദ മാനുഫാക്ചറിങ് ആൻഡ് ദി സർവീസസ് സെക്ടേഴ്സ് അക്കൗണ്ടഡ് ഫോർ ഓൺലി 10 and 50-20% സസ്പെക്റ്റീവ്ലി. ഇന്ത്യയിലെ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സർവീസ് സെക്ടേഴ്സുകളിൽ യഥാക്രമം 10 അല്ലെങ്കിൽ 15-20% മാത്രമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ അടിയന്തര സൗകര്യങ്ങൾ എന്നൊക്കെ പറയാതെ
എന്ന് വെച്ചാൽ അണ്ടർ ദി കൊളോണിയൽ റീജിയം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് എസ് എ റെയിൽവേ പോർട്സ് വാട്ടർ പോർട്സ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് വാസ് ഡെവലപ്ഡ്. ഈ കൊളോണിയൽ സർക്കാർ കാലഘട്ടത്തിൽ കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളായ അടിസ്ഥാന കാര്യങ്ങളായ റെയിൽവേ, അതുപോലെ തന്നെ എയർപോർട്ട്, പിന്നെ സീപോർട്ട് മീൻസ് തുറമുഖങ്ങൾ, അതുപോലെ തന്നെ ടെലഗ്രാഫ്സ്, ഇതൊക്കെ എന്താണ് ഈ കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ വികസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. The real motive behind this development was not to provide basic amenities to the people but to meet the various colonial interests. ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ ഒരു വികസനത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയല്ല എന്നാണ് പറയുന്നത്, മറിച്ച് വിവിധ കൊളോണിയൽ താൽപ്പര്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റോഡ്സ് ദാറ്റ് വേർ ബിൽറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് മൊബിലൈസിങ് ദ ആർമി വിത്തിൻ ഇന്ത്യ ആൻഡ് ഡ്രോയിങ് ഔട്ട് റോ മെറ്റീരിയൽസ് ഫ്രം ദ countryside to the nearest railway station on the part to send these to far away England. ഇവിടെ പറയുന്നത് ഇന്ത്യക്കുള്ളിലെ സൈന്യത്തെ അല്ലെങ്കിൽ ആർമീനെ അണിനിരത്തുകയും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കോ അതുപോലെ തന്നെ തുറമുഖത്തിലേക്കോ അസംസ്കൃത വസ്തുക്കൾ പുറത്തെടുക്കുന്നതിനോ വേണ്ടി നിർമ്മിച്ച റോഡുകൾ വഴിയാണ് ഇംഗ്ലണ്ടിലേക്ക് ഇത് അയക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the British introduced the railway in India in 1815 and it is considered as one of their most important contributions. കൊളോണിയൽ സർക്കാർ കാലഘട്ടത്തിൽ ഭരണകാലഘട്ടത്തിൽ 1850 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നായി അത് കണക്കാക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ദ റെയിൽവേ അഫക്റ്റഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ എക്കണോമി ഇൻ 2 ഇമ്പോർട്ടൻറ്റ് വേസ്. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെക്കുറിച്ച് 2 പ്രധാന രീതികൾ റെയിൽവേനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, ഇറ്റ് എനേബിൾ ദ പീപ്പിൾ ടു അണ്ടർടേക്ക് ദ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകളുടെ ദീർഘദൂര യാത്ര നടത്താൻ പ്രാപ്തരാക്കി എന്നാണ് പറയുന്നത്. റെയിൽവേൻ്റെ മെയിനായ 2 രീതികളാണ്. ഒന്നെന്താണ്, ദീർഘദൂര യാത്രകൾ എന്താണ് പ്രാപ്തമാക്കി. രണ്ടാമത്തത്, it speed up commercialization of India agriculture which adversely affected the self-sufficiency of the village economic in India. ഇവിടെ പറയുന്നത് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻസ് ഇതൊക്കെ എന്താണ് ത്വരിതപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയിലെ ഗ്രാമ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തിക്കായിട്ട് പ്രതികൂലമായി ബാധിച്ചു എന്നാണ് പറയുന്നത്. സ്വയം പര്യാപ്തതയെ പ്രതികൂലമായിട്ടുന്നത്. സ്വയം പര്യാപ്തത എന്ന് പറയുകയാണെങ്കിൽ സെൽഫ് സഫിഷ്യൻസി, ആ സെൽഫ് സഫിഷ്യൻസിനെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ ബാധിച്ചു എന്ന്? ഇന്ത്യയിലുള്ള കാർഷിക വാണിജ്യ വൽക്കരണം ത്വരിതപ്പെടുത്തുകയും ഇത് ഇന്ത്യയിലുള്ള ഗ്രാമസമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ വില്ലേജ് എക്കണോമിന് അതിൻ്റേതായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലുമൊക്കെ എന്താണ് പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. ദ വോളിയം ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് എക്സ്പാൻഡഡ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേ ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ്സ് റയർലി ബെനിഫിറ്റ് ടു ദ ഇന്ത്യൻ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ഏർപ്പെടുത്തിയത് മൂലം ഇന്ത്യയുടെ കയറ്റുമതിയുടെ അളവ് വർദ്ധിപ്പിച്ചുവെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് അപൂർവമായിട്ട് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമീൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ
പ്രീ ബ്രിട്ടീഷ് പീരീഡിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പുരാതന കാലത്ത് നമ്മുടെ കൊളോണിയൽ സർക്കാരിൻ്റെ ഭരണങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു, അവരുടെ കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു, റൂൾസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അത് ഓരോ സെക്ടേഴ്സിലും ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന ഓരോ സെക്ടേഴ്സിലും അത് എത്രത്തോളം പ്രാധാന്യം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും ഈ വീഡിയോസിലുമായി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ട സംഭവങ്ങൾ ഇതാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഡെമോഗ്രാഫിക്കൽ കണ്ടീഷൻസ്, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, പിന്നെന്തായിരുന്നു ഇതൊക്കെ ഫോറിൻ ട്രേഡ്, ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.